ഹായ്, നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. ഒരു അഷ്ടമുടി കായലൂടെയുള്ള ഒരു അടിപൊളി യാത്ര. കൊല്ലത്ത് വന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് തിരിച്ചത്. കൊല്ലം ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ് അഷ്ടമുടി കായൽ ആരംഭം. ഇവിടെ നിന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത് ഇത് സി അഷ്ടമുടി എന്നുള്ള ഒരു ബോട്ടാണ്. ഇതിൽ ഞങ്ങൾ 2 മാസം മുമ്പ് ബുക്ക് ചെയ്തതാണ്. ഒരാൾക്ക് 400 രൂപയാണ് സീറ്റ് ഇത് റിസർവ് ചെയ്യേണ്ടത്. അവരുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സി അഷ്ടമുടി ബുക്കിംഗ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എപ്പോൾ വേണോ, ഈ 2 ദിവസം മുമ്പ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ സീറ്റ് കിട്ടാൻ പാടായിരിക്കും. ഓഫ് സീസണിലൊക്കെ കുഴപ്പമില്ല. ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും എപ്പോഴും. അന്ന് ഞങ്ങൾ പോയത് യാത്ര തിരുവനന്തപുരത്ത് ഞങ്ങളുടെ വണ്ടിയിലാണ് പോയത്. അവിടെ പോയി ഇറങ്ങി യാത്ര 11:30 മണിക്ക് തിരിക്കാനുള്ള. ഞങ്ങൾ പോകുന്ന ബോട്ടിൻ്റെ രീതി ഈ കാണുന്നതാണ്. ഈ ബോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇതാണ് അഷ്ടമുടി, 8 കായലോട് ചേർന്നുള്ള 8 മുടി എന്ന് പറയുന്ന ആ ഒരു കുറേ കാഴ്ചകളും ഇത് കാണാനാണ് നമ്മൾ പോകുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് വെച്ചാൽ മൺട്രോത്തുരുത്ത്, അവിടെയാണ് നമ്മൾ ഇത് പോകുന്നത്. ഈ യാത്ര 2 സ്ഥലങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവർ ഞങ്ങളെ കൊണ്ടുപോയത് ഒരു സ്ഥലത്തായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തതാണ് ഈ യാത്ര. ഞങ്ങളുടെ ഈ യാത്രയിൽ പാലയിൽ നിന്നും വന്ന ഒരു 10-30 പേരിൽ കൂടുതലുള്ള ഒരു ഇതിനകത്തുണ്ടായിരുന്നു യാത്രയിൽ. അവരാണ് ഈ കാണുന്നതല്ല. അതിനോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 14 പേരും കൂടെ ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നു. നമ്മൾ യാത്ര നല്ല എൻജോയ് ചെയ്തതിനാണ് പോയത്. എല്ലാവർക്കും നല്ലതുപോലെ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും എല്ലാ സൗകര്യവും ബോട്ടിൽ തന്നെ ഉണ്ടായി. പിന്നെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യത്തിൽ ഇതിനകത്തൊരു 3-4 പാട്ട് പാടാൻ പറ്റി. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. വരുന്നവർക്കൊക്കെ നല്ല ഡാൻസ് ചെയ്യാനുള്ള പാട്ടൊക്കെ ഞാൻ പാടിക്കൊടുത്തു. എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെ. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ ഭാര്യ ശ്രീകല, എൻ്റെ മകൾ അനഘ, ഞങ്ങളെല്ലാവരും കൂടി പോയത്. നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പോകുന്ന അനുഭവങ്ങൾ ഞങ്ങൾ ഇതിലൂടെ വിവരിക്കുന്നുണ്ട്. പോകുന്ന വഴിയിൽ നിന്ന് ഓരോ കാഴ്ചകളും അവർ തന്നെ വിവരിച്ച് തരുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഏറ്റവും നല്ല രീതിയിലുള്ള ഫുഡ് തന്നെയാണ് നമുക്ക് അവർ തന്നത്. നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്കതിന് ഓർഡർ ചെയ്യാം. പിന്നെ അതിനകത്ത് തന്നെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാത്റൂം സൗകര്യങ്ങളുണ്ട്. 2 നിലയാണ്. 2 നിലയിലാണ് നമ്മൾ ഈ യാത്ര പോകുന്നവർക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. മുകളിൽ തന്നെ റൂഫിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റും. അതിലൂടെ യാത്രയുടെ നല്ലൊരു അനുഭവം നമുക്ക് കിട്ടും. ഇതിനകത്ത് യാത്ര ചെയ്ത് തന്നെ നിങ്ങൾ ഇതിനുള്ള ഒരു ഇത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഏകദേശം 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയാണ് അതിനകത്ത്. നമുക്ക് ഇതിനകത്ത് ഫാനൊക്കെ ഉണ്ട്, AC അല്ല. സുഖമായിട്ട് യാത്ര എൻജോയ് ചെയ്യുന്നു. ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും യാത്ര നല്ല സുരക്ഷിതമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഓവർ സ്പീഡൊന്നുമല്ല. പഴംപൊരിയാണ് വെളിച്ചെണ്ണ തീർത്ത ലീല ഫുഡ്സിന്റെ സൂപ്പർ പഴംപൊരി. ഫുഡുകളെല്ലാം തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ, നാച്ചുറൽ ഫുഡ്. ബോട്ടിൽ തന്നെ ഇരുന്ന ഫുഡ് കഴിക്കുന്നത് വലിയ പ്ലേറ്റിലാണ്. കരിമീനുണ്ട്, സ്പെഷ്യൽ ഐറ്റം കരിമീനുണ്ട്, കക്കയുണ്ട്, കല്ലുമ്മക്കയുണ്ട്, ചെമ്മീനുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്. അങ്ങനെ നിരവധി കായൽ വിഭവങ്ങളും കടൽ വിഭവങ്ങളും ചേർത്ത ഏറ്റവും നല്ല സ്വാദിഷ്ടമായ ഫുഡാണ് ലീല ഫുഡ്സിൻ്റെ. അപ്പോൾ നമ്മൾ വളരെ സന്തോഷമായിട്ടുള്ള യാത്രയായിരിക്കണം. നമ്മളിപ്പോൾ അഷ്ടമുടിയിൽ നിന്ന് കൊല്ലത്തിൽ നിന്നാണ് യാത്ര തിരിച്ചത്. യാത്ര തിരിച്ചപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എടുത്ത് കുറേ തുരുത്തുകളുണ്ട്. അത് കവർ ചെയ്താണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഇപ്പം നമുക്കിവിടെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പേര് മറന്നായി സി അഷ്ടമുടി എന്നുള്ള ബോട്ടിലാണ് നമ്മുടെ യാത്ര ഇപ്പോൾ നടക്കുന്നത്. കൊല്ലത്തിൽ നിന്ന് ഏകദേശം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ വരേണ്ടത്. അവിടെ വന്നാൽ മാത്രമേ നമുക്ക് യാത്രയിൽ നല്ല പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. അതിപ്പോൾ കുറേ ഇതിൻ്റെ കായലോടത്ത് കൂടെ നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. എല്ലാം സൂപ്പറായിട്ടുണ്ട്. യാത്ര കാണാൻ തന്നെ ഒരു അടിപൊളി യാത്രയാണ്. വരാൻ പറ്റുന്നവർക്ക് ഇവിടെ വരിക. നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ ഇത് ബുക്ക് ചെയ്യാൻ പറ്റും.
ഓൺലൈനിൽ ഇതുവഴി ബുക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്പറില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം. നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. നമുക്കിവിടെ വന്ന് സുഖമായിട്ട് ഇത് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാവുന്നത്. ഞാൻ 2 മാസം മുമ്പാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് പുറകിലത്തെ സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങൾ ഫാമിലിയായിട്ടിന് വന്നപ്പോൾ. ഇതിപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് യാത്ര ചെയ്യുന്നത് ഏകദേശം പാലയിലുള്ള ഏകദേശം 20 പേര് പാലയിലുള്ളവരുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 14 പേരെന്തോ മുകളിലത്തെ ഇതിലാണ്, മുകളിലും ഉണ്ട് കേട്ടോ. മുകളിൽ 14 പേര് യാത്ര ചെയ്യുന്നുണ്ട്. അതാണ് ഈ യാത്രയുടെ പ്രത്യേകത. അത് തന്നെയാണ് 2 സൈഡിൽ നിന്നും. ഹൈവേയുടെ പാലമാണ് നമ്മുടെ അഷ്ടമുടി. പിന്നീട് മൺറോത്തുരുത്ത് എന്ന് പറയുന്ന ദ്വീപ് സമൂഹങ്ങളൊക്കെ നമ്മുടെ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 1 മണിക്കൂർ നേരം നമ്മൾ മൺറോത്തുരുത്തിൽ നമ്മുടെ ഈ ബോട്ട് നിർത്തുകയും നിങ്ങൾക്ക് കണ്ടൽ കാടുകളിലൂടെയുള്ള യാത്രയ്ക്ക് പോകാൻ സാധിക്കും ചെറിയ ബോട്ടിൽ കയറിയിട്ട്. അതിനുശേഷം അവിടെ കണ്ടൽ കാടുകൾ ഇറങ്ങി നമ്മുടെ മുട്ടപ്പം വെള്ളത്തിൽ നടക്കുവാനൊക്കെയുള്ള സൗകര്യം കൂടി നമുക്ക് ഈ 1 മണിക്കൂർ സമയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ യാത്രയുടെ ഏകദേശം ഒരു രൂപം എന്ന് പറയുന്നത്. 5 മണിക്കൂർ നേരം നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ ഒരു കുടുംബം പോലെയാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അവരുടെ സ്പേസ് അവർക്ക് കൊടുക്കുകയും വളരെ സൗഹൃദപരമായിട്ടൊരു അന്തരീക്ഷവും നിങ്ങൾ ഏവരും സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മുടെ യാത്രയുടെ വിജയം. ഏത് ആയിരുന്നാലും നമ്മൾ 5 മണിക്കൂർ നേരം നമ്മുടെ ഈ ബോട്ടിനുള്ളിൽ ഒരു കുടുംബം പോലെയാണ്. സ്വാഭാവികമായിട്ടും പരസ്പര സഹകരണവും സൗഹൃദവും വളരെ അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ യാത്രയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഞ്ചാരികളെയും സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ സി അഷ്ടമുടി എന്ന മനോഹരമായ യാനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ യാത്ര ജലയാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. യാതൊരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങുന്ന യാത്ര ചെയ്യാനായിട്ട് ആരും ശ്രമിക്കരുത്. നമുക്ക് 2 സുരക്ഷാ ജീവനക്കാരുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഏവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ സീറ്റിന്റെ താഴ്ചത്തിൽ ലൈഫ് ജാക്കറ്റുകൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ചേർന്നുള്ള മറ്റ് സുരക്ഷാ അമ്യൂണിറ്റീസ് അത് യഥാസ്ഥാനങ്ങൾ, ഫയർ എക്സ്റ്റിംഗ്വിഷർ അല്ലെങ്കിൽ ലൈഫ് ബോയ മറ്റു ഉപകരണങ്ങളൊക്കെ യഥാസ്ഥാനങ്ങളിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീ യൂണിറ്റിന്റെ ഒരു ഭക്ഷണശാല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ രാവിലെ മുതൽ നമുക്ക് ചായ, സ്നാക്സ് മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഉച്ചഭക്ഷണം നിങ്ങൾക്ക് ടോക്കൺ മുഖാന്തരം ബുക്ക് ചെയ്തിട്ട് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണാവശിഷ്ടം, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ചായ കപ്പുകളൊക്കെ വരും. അത് നിക്ഷേപിക്കുന്നതിനായിട്ട് താഴത്തെ നിലയിൽ പുറകുവശത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ വലതുവശത്തായിട്ടൊരു ബോക്സ്. ഒരു കാരണവശാലും ആരും ജനാലകളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ഫ്ലോറിലേക്ക് ഒന്നും വലിച്ചെറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വളരെ കംപ്ലീറ്റ്ലി ശുചിത്വ രീതി തന്നെ നമ്മളെല്ലാവരും അവലംബിക്കണം. അതൊരു ബയോ സംവിധാനമായതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കട്ടിയുള്ള വസ്തുക്കളൊന്നും ഇടാതിരിക്കാൻ നിങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം, എനിക്കറിയാം, എന്നിരുന്നാലും ഉചിതമാക്കി കൊണ്ടാടി നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇത് പറയുമ്പോൾ അഷ്ടമുടി കായലിന്റെ 1ാമത്തെ മുടി തേവള്ളി കായൽ ഇടതുഭാഗത്ത് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൊട്ടാരമാണ്. തേവള്ളി കൊട്ടാരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1819 നിർമ്മിക്കപ്പെട്ട തേവള്ളി കൊട്ടാരം നമ്മുടെ കോഴിക്കോട്ടെ ഹായ് ഓക്കെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പാട്ട് പാടുന്നത്
വീഡിയോ ആയാലോ വൈറലായി പോകും. സംവിധായകര് നിർമ്മാണം നിർമ്മാതാക്കളൊക്കെ തപ്പി കണ്ടുപിടിച്ച് കൊടുക്കായിരുന്നു. എന്നെ കാണാൻ പോകാൻ പോലെ പുള്ളിയോട് നാട്ടുകാരാണല്ലേ? മണിസാർ എനിക്കറിയാം, മണിസാർ തന്നെയാണ്. ഞാൻ വന്നിട്ടുണ്ട്. വീഡിയോ വീഡിയോ കവർ ചെയ്യാം. കള്ളുകൂടിയന്മാരെ സാറെ പിടിക്കില്ലേ? ഇവിടെ മീൻ കൂടുതലുണ്ട് കേട്ടോ. എന്നാ രസം. ഒന്നും കിട്ടുന്നില്ല. പണ്ട് ഇഷ്ടമല്ല. സാവേ തിരിഞ്ഞു നോക്കിയേ. തിരിഞ്ഞോ? ആർക്കാന്ന് പറഞ്ഞാ കരിമീനെല്ലാം എടുത്തോ, കരിമീൻ എടുത്തോ. അടുത്തെന്തോ അവിടെ വരുമ്പോഴേക്കും എല്ലാ കറിയും കാണോ? അവിയലൊക്കെ കാണോ? എല്ലാം തരും. ഇവിടെ ഒന്നുമില്ല. ചോറ് വേണ്ട, ചോറ് വേണ്ട, ചോറ് വേണ്ട. എനിക്ക് വേണം. ഞാൻ കേൾക്കുക, എനിക്ക് ചോറ് വേണ്ട. ഞാൻ അവിടെ പോയി കഴിക്കുന്നത് അങ്ങനെ സ്പെഷ്യൽ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാറ്റുവട്ടിൽ
കൊണ്ട് വീട് വയ്ക്കാം, ഒരു തുമ്പപ്പൂവ് കൊണ്ട് വീരുന്നൊരുക്കാം, ഒരു നല്ല മാങ്കനിയായി മണ്ണിൽ വീഴ്ത്താം, ഒരു കാറ്റിൻ കനിവിന്നായി, ഒരു കാറ്റിൻ കനിവിന്നായി പാട്ടുപാടാം. ഓ മധുരിക്കും ഓർമ്മകളെ മലമഞ്ഞൾ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആലുവട്ടിൽ, ആലുവട്ടിൽ. Thank you. ഒരു നുള്ളു പൂവിരുത്ത് മാല കോർക്കാം, ഒരു പുള്ളി കുയിലിനത്ത് പൂവിതിൽക്കാം, ഒരു വാഴക്കൊമ്പിൽ നിന്ന് തേൻ കുടിക്കാം, ഒരു രാജാ ഒരു റാണി, ഒരു രാജ ഒരു റാണി ആയി വാഴാം. ഓ മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. അടുത്ത യാത്രയാണ്. നമ്മൾ വന്ന ബോട്ട് ഇതാണ്. ഈ ബോട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇനി അടുത്ത് നമ്മളൊരു ചെറിയ വേറെ യാത്ര മൺട്രോത്തുരുത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു ദ്വീപിലാണ്. ദ്വീപ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടൽക്കാടാണ്, കംപ്ലീറ്റ് കാണുന്നുണ്ട്. ഇത് കണ്ടൽക്കാടാണ്. ആ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. കാഴ്ചകളൊക്കെ നല്ല വെയിലായതുകൊണ്ട് നമുക്ക് റെക്കോർഡിങ്ങിന് കുറച്ച് പ്രോബ്ലമുണ്ട്. നമ്മൾ വന്ന ബോട്ട് തന്നെ സി അഷ്ടമുടി എന്നാണ് നമ്മുടെ ഈ ബോട്ടിൻ്റെ പേര്. നമ്മളിതിലാണ് യാത്ര ചെയ്ത് വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും വീട്ടിൽ നിന്ന് എൻ്റെ വൈഫ് ശ്രീകല, മകൾ അനഘ, ഞാനും ഉണ്ട് യാത്രയിൽ. എൻ്റെ മോൾ ഇറങ്ങി വരികയാണ് ബോട്ടിൽ നിന്ന്. ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. പക്ഷേ ഇതിനകത്ത് ശരിക്കും ടീമുള്ള എൻജോയ് ചെയ്യുന്ന ടീമിൽ കുറേ പേരുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ചെറിയൊരു വഞ്ചിയാണ്. ഏകദേശം 25 പേർക്ക് ഇതിൽ യാത്ര ചെയ്യാവുന്നതാണ്. അതിലാണ് നമ്മൾ പോകുന്നത്. വണ്ടി പരിക മുകളിലിരുന്നോ? ഓ അവിടെ ഇരുന്നോ, കുഴപ്പമില്ല. ഓ നമുക്കതിൻ്റെ മുകളിൽ നിന്ന് എൻജോയ് ചെയ്യാം. ഇവിടെ കയറാമല്ലോ ഏട്ടാ. കയറാം. അനു ഒന്ന് എന്നെ കവർ ചെയ്ത്. ബസ് ഓക്കെ.
ഇതിൻ്റെ സ്മെല്ലാണ്. അത് തന്നെ മക്കളെ, ഇല്ല അതിൻ്റെ വേരാണ്. നല്ല കട്ടിയുള്ള വള്ളിയാണ്. റോസ് ഇതാ ഫ്രണ്ട് ഇരിക്കുന്നു. വള്ളത്തിൽ റോസ് പോകുന്നു. ടൈറ്റാനിക്കിലെ റോസ്. കണ്ടൽ കാടുകളാണ്. ഒരു ചെടിയാണ് മൊത്തം ഇങ്ങനെ അവിടെ ദ്വീപ് പോലെ നിറയുണ്ട്. രസമുണ്ടല്ലേ? മറ്റൊരു വീഡിയോ കാണിക്കാം അടുത്ത പ്രാവശ്യം കൊച്ചിനെ കൊണ്ടോ. നേരത്തെ അവിടെ നിന്ന് അറിയാം. രസമാണ്. തൊട്ടടുത്ത് വീടുണ്ട്. അപ്പം മഴ പെയ്യുമ്പോൾ ഒരു വീട്ടിലേക്ക് വെള്ളം കയറും. വെള്ളം നിറയില്ലേ? ഇവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റും കല. അതിന് ഇതിനകത്ത് കയറാമെന്ന് ഇതിലൊക്കെ കയറി ഇരിക്കാതെ. നമുക്കിവിടെ ഇറങ്ങാനും ഇവിടേക്ക് ഇറങ്ങാൻ എന്നെ കൊണ്ട് ബോട്ട് നിർത്തിക്കുന്നുണ്ട്. നമ്മുടെ ബോട്ട് അവിടെ നിർത്തി. അവിടെ നിന്ന് ഇവിടെ വരെ വരാണ് 100 രൂപ വാങ്ങിച്ചത്. അവർക്ക് യഥാർത്ഥ അവർക്ക് ചെയ്യാനുള്ള കാര്യം ഇതൊക്കെ അതിലുള്ളതാണ്. പാക്കേജിലുള്ളതാണ് ഇതൊക്കെ. അമ്മ ഇറങ്ങില്ല. നമ്മളിപ്പോൾ വന്നിട്ടുള്ളൊരു അടിപൊളി ദ്വീപിലാണ് കേട്ടോ. ദ്വീപ് വെച്ചാൽ നണ്ടോത്തുരത്തിൻ്റെ ഉള്ള ഒരു ദ്വീപാണ്. ഇതുവരേക്ക് ഇവിടെ യാത്ര ചെയ്തിട്ടില്ല. നമ്മൾ ടീമുകൾ വന്ന ബോട്ടിലൊക്കെ 2-3 ബോട്ടിലായിട്ട് വന്ന ആൾക്കാരാണ്. നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അവരൊക്കെ. പിന്നെ അല്ല ഒഴുത്തിയായിരുന്നോ? ഞങ്ങളെല്ലാവരും വന്ന് നല്ല എൻജോയ് ചെയ്യണം ഇതിനകത്ത്. അതാണ് ഇനി എടുത്തോ. ഞാനത് ഒന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത് ഇപ്പൊ എടുത്തു പോയിട്ട് ഇതിച്ചിരി 0.6 അയ്യോ തട്ടല്ലേ. നിന്നെ എടുത്തില്ല. ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ സ്ത്രീകളെ കയറി പോകുന്ന പോക്കാണല്ലേ ഭാര്യ. അത് മുകളിലോട്ടുള്ള നല്ല നമ്മളിന്ന് വന്ന സ്ഥലം സൂപ്പറായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ മകൾ നയിക്കുന്നുണ്ട് അടുത്ത്. ഞങ്ങൾ മൺട്രോത്തുരുത്ത് ദ്വീപിലാണ്. അവിടെ തന്നെയാണ് കാഴ്ച കാണാൻ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാം ഇവിടുത്തെ വരുന്ന നമ്മളെ കണ്ടൽക്കാടില്ല കണ്ടൽ ചെടിയുണ്ടോ, അത് ഏറ്റവും കൂടുതൽ വളർന്നു പോയിട്ടുള്ള കണ്ടൽ ചെടിയാണ്. അതിലാണ് ഇപ്പോൾ എല്ലാവരും കയറിയിരിക്കുന്നത്. ഞാനും കുറേ മുകളിൽ കയറി ഇന്നൊരു താഴെ ഇറങ്ങി. ഒരു കുരങ്ങൻ ടോപ്പിൽ പോവുകയാണ്. ഏറ്റവും മണ്ടയിൽ കുരങ്ങൻ കയറി. ഇവരെല്ലാം നമ്മുടെ ബോട്ടിൽ വന്നവരാണ്. ഇതെല്ലാം പാലയിൽ നിന്ന് അവർ ഇന്ന് രാവിലെ അവിടെ തിരിച്ച് ഇവിടെയും ഈ തുരുത്തിലും അത് കഴിഞ്ഞിട്ട് നേരെ കൊല്ലം ബീച്ചിലും പോകുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ പല യാത്ര ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുള്ള യാത്ര ഇത് തന്നെയാണ്. കാരണം എൻ്റെ വൈഫ് ശ്രീയിലേക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്.
അയ്യോ എൻ്റെ കാല് പോയി, എൻ്റെ കാലിൽ ചവിട്ടി. സ്ത്രീകളെ അങ്ങ് എൻജോയ് ചെയ്യണം കേട്ടോ. സ്ത്രീകളങ്ങ് മരത്തിന് മണ്ടയിൽ പോയി. എൻ്റെ മകള് കയറി പോകണുണ്ടല്ലേ കന. കയറിക്കോ മുകളിൽ കയറിക്കോ. ഇവിടെ നമുക്ക് വരാൻ്റെ ബോട്ടിൽ നിന്ന്, നമ്മൾ വന്ന ബോട്ടിൽ നിന്ന് 100 രൂപ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഐലൻഡിലേക്ക് വരാൻ. അവിടെ നിന്ന് വേറെ ചെറിയ ബോട്ടുകളുണ്ട്, വെള്ളത്തിലാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അവരിവിടെ കൊണ്ട് കണ്ടില്ലേ. ഏറ്റവും നല്ല എൻജോയ് ട്രിപ്പ് തന്നെയാണിത്. ഇപ്പം ജാക്ക് വന്നു, നമ്മളെ ടൈറ്റാനിക്കിലെ ജാക്കാണ് ഇരിക്കുന്നത്. ജാക്കിൻ്റെ വൈഫാണ് നിൽക്കുന്നത്, റോസ്. പിന്നെ എടുത്തു കഴിഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു നേരത്തെ, പാട്ടുപാടിയില്ലേ. കയ്യിൽ നിന്ന് പോയി. ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ കയറി കേട്ടോ. മുകളിൽ കയറി ഏതാ, ഞാൻ പാലയിൽ വരാം. ഒരു ദിവസം പാലയിൽ വരുന്നുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പോൾ അവിടെയാണ്, പാലയിലാണ്. സുജേഷ് എന്ന് പറയും. സുജേഷ്, അവൻ്റെ വൈഫ് അവിടെ ടീച്ചറാണ്. ഇവിടെ ഏത് പാലയിൽ കറക്റ്റ്, എനിക്കും കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല. ഞാൻ വന്നിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, പാസ് ചെയ്ത് പോയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇത് പാലയിലുള്ളവരാണ് എല്ലാവരും ഫ്രണ്ട്സ്. പാലയിലുള്ളവരെല്ലാം സ്നേഹിക്കാറിയുന്നവരാണോ? ആണോ? ആ, കേട്ടല്ലോ. നമ്മുടെ മാണി സാറ് ഫേമസ് ആണ് ഇല്ലേ? മാണി സി കാപ്പൻ. മുട്ടിന് താഴെയാണ് നമുക്കിതിൽ വെള്ളം ഉള്ളതാണ്. ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ കാണാം, ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. കൂടുതൽ ഞാൻ ഇപ്പം പാൻറ് ഇട്ടിട്ട് പാൻറ് ഉയർത്തിയാണ് നിൽക്കുന്നത്. എങ്കിലും നനഞ്ഞിട്ടില്ല, അതിനുള്ള നനയാനുള്ളതില്ല. ഇന്ന് ഫോട്ടോ എടുക്കാനുള്ളത് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. വരാൻ പറ്റുന്നവർ വരിക, വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്ന് എൻജോയ് ചെയ്തിട്ട് പോവുക. അതുകൊണ്ട് എൻ്റെ വൈഫും മകളും കൂടെ മുകളിൽ കയറിയിരിക്കുന്നത്. അവർക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല, തലയിൽ നിന്ന് ഇറങ്ങുന്ന കോളിൽ ഭയങ്കര ഫോട്ടോ എടുപ്പായിരിക്കും എന്നോട്. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് എടുത്തു തരില്ല, സ്വന്തമായിട്ട് ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടാ. സെൽഫി എടുക്കുന്നത്, എൻ്റെ ഭാര്യ എടുത്തൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ അവൾ എടുത്തില്ല. എൻ്റെ ഫോട്ടോ എടുക്കാതെ ഫോട്ടോ എടുക്കുന്നത്. അളിയ ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. ഇതിൻ്റെ ലൊക്കേഷന് ഇപ്പം എന്നെ പറയാൻ വെച്ചാൽ കറക്റ്റ് മൺട്രോത്തുരുത്തിൽ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ദ്വീപ് തന്നെയാണ് നമ്മളുള്ളത്. അപ്പം നേരത്തെ ഇവർ സാമ്പ്രാണിക്കൊടിയും കാട്ടി നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അവിടെ പോയി വെറുതെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കുറച്ച് കറങ്ങാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങോട്ട് നോക്കി, ആ മരത്തിൻ്റെ കണ്ടൽ ചെടിയാണിത്. ഇതെല്ലാം കണ്ടൽ ചെടിയാണ്. ഇത്രയും വലിപ്പമുള്ള കണ്ടൽ ചെടി വേറെ ഇല്ല ഈ ഭാഗത്തൊന്നും കാണുന്നില്ല. ഇതിനകത്ത് ഈ ദ്വീപിൽ തന്നെ വന്ന് കയറി ഇറങ്ങി പോകുന്നു. ഞാനിപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ മുകളിലിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാവും ഞാനിത് ഇത്രയും മുകളിലാണ് ഇരിക്കുന്നത്. ആ മരത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. താഴോട്ട് നോക്കിയാൽ മനസ്സിലാവും. എല്ലാവരും ഉണ്ട്, ലേഡീസുണ്ട്. പിന്നെ കൂടുതലും തിരുവനന്തപുരത്ത് നിന്നും കുറേ ആൾക്കാർ. ഇവിടെ നമ്മൾ ഇത് നിങ്ങൾക്ക് വരേണ്ട സ്ഥലം വെച്ചാൽ കൊല്ലത്ത് കൊല്ലത്ത് അഷ്ടമുടി അവിടെ ബസ് സ്റ്റാൻഡില്ലേ, ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ നമ്മൾ നേരത്തെ ഓൺലൈൻ വഴി ബുക്കിംഗ് ചെയ്യാം. അവിടെ വന്ന് അവിടെ നിന്നും നമുക്ക് ബോട്ടിൽ നമുക്കത് കയറാൻ പറ്റും. മനസ്സിലായില്ലേ? നമുക്കിവിടെ വന്ന് അവരുടെ ബോട്ടിൽ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ രാവിലെ 11 മണിക്ക് ഫസ്റ്റ് ബോട്ട് എടുക്കുന്നു.
ഇവരുടെ തന്നെയാണ്, അവരുടെ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് അവരുടെ ബോട്ട് തന്നെയാണ്. സി അഷ്ടമുടിക്കുന്ന ബോട്ടിൻ്റെ പേര്. കുഴപ്പമൊന്നുമില്ല, നല്ല ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. നമുക്ക് നോർമലി ഫുഡ് വെച്ചാൽ അവർ തരുന്നത് സാധാരണ ഫുഡ്, അതിനോട് 4-5 കറികൾ, സാമ്പാർ, പുളിശ്ശേരി, മീൻ കറി, പിന്നെ കപ്പയില്ല, കപ്പ നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്യണം. ഊണും മീൻ കറി കൂടെ. ഹായ്, നമസ്കാരം. ഞങ്ങളിതൊരു നല്ലൊരു ടൂറ് പോയി നിൽക്കുകയാണ്. സ്ഥലമെന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ നിന്നാണ്. ഞാനൊരു മരത്തിൻ്റെ മണ്ടയിലാണ് ഇരിക്കുന്നത്. മരത്തിൻ്റെ മണ്ടയിൽ ഒരു കണ്ടൽ മരത്തിൻ്റെ മണ്ടയിലാണ് ഞാനിരുന്ന് വീഡിയോ എടുക്കുന്നത്. സാധാരണ എടുക്കുമ്പോൾ തന്നെ കാണാം. ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത വേറെ ഒന്നുമില്ല. ഞാൻ, എൻ്റെ ഭാര്യ ശ്രീകല, എൻ്റെ മകൾ അനഘ, ഞങ്ങൾ ഇത്രയും പേരാണ് ഈ യാത്രയിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്. കൊല്ലത്ത് ഞങ്ങളൊരു 2 മാസം മുമ്പ് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. യാത്രയിൽ ബുക്ക് ചെയ്തു. മരത്തിൻ്റെ മണ്ടയിലായിരിക്കും, നല്ല മുകളിലായിരിക്കും. ഇത് കണ്ടൽ മരം, അതിൻ്റെ മുകളിലായിരിക്കുന്നത്. ഇപ്പോൾ ഒടിയൊന്നുമില്ല, നല്ല ശക്തമായിട്ടുള്ളൊരു മരമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വെള്ളം, എന്താ പറയുക, ചെളി കൂടുതലുള്ള സ്ഥലത്താണ് ഇത് ഉണ്ടാകുന്നത്. ഈ മരത്തിലിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുള്ളത്. ഇപ്പം അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള കണ്ടൽ ചെടികളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്, മരത്തിൻ്റെ മുകളിലാണ്. പറഞ്ഞു തീർന്നില്ല. കൊല്ലത്ത് നിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലാണ് നമ്മൾ അഷ്ടമുടി ബോട്ടിലേക്ക് ഇതിൻ്റെ ഇത് വരുന്നത്. അവിടെ യാത്ര തിരിക്കാനുള്ള എല്ലാ സൗകര്യവും അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഓൺലൈൻ വഴി നമുക്കിത് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അഷ്ടമുടി എന്നുള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് വിളിച്ച് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. വിളിച്ച് പറഞ്ഞാലും മതി, നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഈ സ്ഥലത്ത് നമുക്ക് വരാൻ പറ്റും. അപ്പം വരേണ്ടത് രാവിലെ 11 മണിക്ക് മുമ്പ് നമ്മൾ അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റും. ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാലും മതി. എപ്പോഴും കിട്ടുന്ന നമ്പർ തന്നെയാണ്. ആ നമ്പർ വിളിച്ച് പറയാം. നമ്പർ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിനകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് നമ്പർ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാവില്ല, മനസ്സിലായില്ല. അപ്പോൾ അവിടെ നിന്ന് വന്ന് രാവിലെ 11 മണിക്ക് കയറി നമുക്ക് അതിനകത്ത് തന്നെ എല്ലാ ടോയ്ലറ്റ് സൗകര്യവും, പിന്നെ അതുപോലെ നമുക്ക് ഫുഡ് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ. പക്ഷേ നമ്മൾ പുറത്ത് വാങ്ങിക്കുന്നതിനെക്കാട്ടി കുറച്ച് വ്യത്യാസം വരും, റേറ്റിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ വാങ്ങിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ട് തന്നെയാണ്. നല്ല കംഫർട്ടാണ്, പാട്ട് പാടാൻ നല്ല ഒരു കോമഡിയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ ഇന്നത്തെ യാത്രയിൽ ഞാൻ കുറേ പാട്ട് പാടി. എനിക്കത് കിട്ടിയ ഒരു അവസരം. ഞാനൊരു 3-4 പാട്ട് പാടി. അപ്പം ഈ തിരുവനന്തപുരത്ത് നിന്ന് കുറേ 14 പേര് വന്നിട്ടുണ്ട്. പാലയിൽ നിന്നൊരു 10-20 പേര് അവരാണ് ഇപ്പോൾ ഇതിനകത്ത് താഴെ നിൽപ്പുള്ളത്. ഓക്കെ, എന്തായാലും ഞാൻ ഇറങ്ങുന്നുണ്ട്. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത യാത്രയിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്തായാലും മാക്സിമം നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സന്തോഷം. ഇനിയും ഇതേപോലെ പുതിയ വീഡിയോസ് ഞങ്ങൾ ട്രാവൽ വീഡിയോസൊക്കെ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, നല്ലൊരു എൻജോയ് ചെയ്ത ദിവസമായിരുന്നു. ഞങ്ങളിനി ഇറങ്ങുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. അവരിനി ഇറങ്ങാൻ പറഞ്ഞു. ഏകദേശം അരമണിക്കൂറുകളിൽ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞങ്ങളിനി ഇറങ്ങാനാണ് കുറച്ചുകൂടെ പാടാണ്. ഞാനിവിടെ ഇറങ്ങുന്നതിൻ്റെ പാട് നോക്കിയത് കയറിയതിനും കാട്ടി പാടായിരിക്കും ഇറങ്ങുന്നത്. ഞാനിതിനകത്ത് ചപ്പലിട്ടാണ് കയറിയത് അല്ലേ. പിന്നെ ഇറങ്ങുകയാണ്. ഇനി കുറേയൊക്കെ ചവിട്ടി ഇറങ്ങേണ്ടി വരും. ഞങ്ങളതൊക്കെ ചവിട്ടി ഇറങ്ങിയാണ്. എന്തായാലും കൊണ്ട ഒടിയില്ല കേട്ടോ. അങ്ങനത്തെ രീതിയിലാണ് ആ മരങ്ങൾ നിൽക്കുന്ന രീതി. അങ്ങനെയാണ്. പോവല്ലേ, ഇറങ്ങുന്നതിൻ്റെ പാട് കണ്ടോ? ഞാൻ ഇറങ്ങുന്നുണ്ട്, കഷ്ടപ്പാട് കണ്ടോ? അത് കയറാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇറങ്ങുന്ന പാട് എന്തോ താഴെ നിന്ന് കയറിയ ആരെങ്കിലും മുകളിലുണ്ടോ? ഇല്ല, ആരുമില്ല. വെറുതെ തമാശക്ക് ചോദിച്ചു. ഇറങ്ങി വരുന്നതാണ്.
ഇറങ്ങിയിട്ടില്ല. മോള് പറയുന്ന അവിടെ നിന്ന് UV അലേക്ക് നമ്മുടെ ബോട്ടാണ് പാമ്പ് 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 ഇറങ്ങണം. പൊക്കത്ത് കയറാം. കഴിഞ്ഞു ടൈം കഴിഞ്ഞു. ലാസ്റ്റ് വണ്ടിയാണ്. നിങ്ങൾ ലാസ്റ്റ് വണ്ടിയാണോ? അങ്ങനെ ലാസ്റ്റാ. നിങ്ങൾ ഇറങ്ങട്ടെ. ആ നിങ്ങൾ ഞങ്ങളുടെ വണ്ടിയിലുണ്ടാകുന്നല്ലേ അല്ലേ? ഇത് വേറെ വണ്ടി കൊണ്ടായിരുന്നല്ലോ. ഞങ്ങളുണ്ട്. നിങ്ങൾ വന്നില്ലേ? ഞങ്ങളുടെ ബോട്ടിലുണ്ടെന്ന്. നമ്മുടെ ഈ ബോട്ടിലുണ്ടെന്ന് അല്ലേ? ഹലോ അറിയോ? ഞാൻ ചാടി ഇറങ്ങിയതാ. ഇത് നമ്മുടെ കൂടെ യാത്രയിലുണ്ടായിരുന്നത് നിങ്ങൾ പറയുന്നില്ലേ? തൃശ്ശൂരാണോ? ഓ അങ്ങനെ. ആ എൻജോയ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ബാബയ്ക്ക് ഇഷ്ടപ്പെട്ടോ യാത്ര? ഇഷ്ടപ്പെട്ടോ? പിള്ളായിരുന്നോ യാത്ര? അവന് ഇഷ്ടപ്പെട്ടു. അനിൽ ചേട്ടനാണ് ഇവിടെ കരിക്ക് വെട്ടി ജീവിക്കുന്നത് ചേട്ടൻ. രാവിലെ വരുമല്ലേ? 9 മണിക്ക് വരും. ഓക്കെ ഓക്കെ. ഡെയിലി എല്ലാ ദിവസവും ഉണ്ടോ? ശനി ഞായർ മാത്രമുണ്ട്. എല്ലാം വരുന്നത്. ചേച്ചിയുടെ പേരെന്താ? ഇനി ചേച്ചി എന്തൊക്കെയാണെങ്കിൽ കപ്പയും ഫുഡ് ഐറ്റങ്ങളൊക്കെ അല്ലേ? നിങ്ങൾ രണ്ടുപേരും തന്നെ ഹസ്ബൻഡാണ്? ഓക്കെ ഓക്കെ. അവരുടെ ഉപജീവന മാർഗമാണ്. നിങ്ങൾ തുരുത്തിൽ തന്നെയാണോ താമസം? ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. തീർച്ചയായും നടക്കും. അങ്ങനെയാണല്ലോ അത്. നമ്മൾ ആരെയും വെട്ടിക്കാനോ പറ്റിക്കാനല്ലല്ലോ. വേറെ ഒരു കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഇതിങ്ങനെ കൊണ്ടുവരണ്ടേ? അവിടെ നമുക്ക് അതിനനുസരിച്ച് ഇത്രയും കൊണ്ടുവരണ്ടേ ഇവിടെ? ഓക്കെ ഓക്കെ. നമ്മൾ തരുന്നൊരു ഫോട്ടോ എടുത്തില്ല. അവിടെ വരാം. ഇത് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നതാണ്. പ്രകാശ് എന്നാണ് ദരിദ്ര ജനതാ വകുപ്പിലെ ജോലിയുണ്ട്. അദ്ദേഹം വന്ന സമയം മുതൽ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുത്താണ്. മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ചിരിച്ച് കൈയ്യട്. നമുക്ക് തിരിച്ച് പോകാനുള്ള വെള്ളമാണ് തോന്നുന്നത് ബോട്ട് വന്നത്. ഇതിലാണ് നമ്മൾ ഇടയ്ക്ക് വന്നത്. ഇനി അടുത്ത് നമ്മൾ വലിയ ബോട്ടിലേക്ക് ഇത് പോയിട്ട് അവിടെ നിൽക്കാം. തൊട്ടടുത്ത് തന്നെ കിടക്കുന്നത്. വലിയ ദൂരമൊന്നുമില്ല. അടുത്ത ബാച്ച് വന്ന് ഇറങ്ങി തന്നെ.
ഇങ്ങോട്ട് മാറിക്കട കുഴിയാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കയറിക്കോളൂ. അതിലാണോ? Thank you.